ഫ്രണ്ട്സ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും തരക്കേടില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ പേര് അറിയാത്തവർക്ക്, എന്റെ പേര് സെറിൻ എന്നാണ്. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂർ ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന് പറയുന്ന ക്ലിനിക്ക് നടത്തി പോകുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഒന്നും ഒരുപാട് വളച്ചുകെട്ടലില്ലാതെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് അകാല നരയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഒരുപാട് ഒറ്റമൂലികൾ, അതേപോലെ അതിന്റെ പ്രധാനപ്പെട്ട മരുന്ന്, നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മരുന്നുകൾ, എണ്ണകൾ, ഇതിനൊക്കെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് കാരണങ്ങൾ, ഇതിന്റെ സിംറ്റംസ് എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഈ അകാലനര എന്തായാലും മാറ്റി കളയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചൊരു സംശയമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഇൻട്രസ്റ്റോട് കൂടി എല്ലായിടത്തും റെഫർ ചെയ്ത് എനിക്ക് പറ്റാവുന്ന അത്ര ഇൻഫർമേഷൻസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒറ്റമൂലികളൊക്കെ വീട്ടിൽ തന്നെ പരീക്ഷിക്കാം കേട്ടോ. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ അകാലനര എന്താന്ന് പറയാം. അകാലനര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ എന്താ പറയാ, ഒരു പിഗ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. അതായത് ഈ പിഗ്മെന്റ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് ഈ മെലാനിൻ. പക്ഷേ ഈ മെലാനിൻ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ കുറയുമ്പോഴാണ് നമുക്ക് ഇതേപോലെ മുടി നരയ്ക്കുന്ന അസുഖം, അഥവാ അകാലനര അഥവാ പ്രീമച്വർ ഗ്രേയിങ് എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമുക്ക് വരുന്നത്. ഇതെല്ലാ ഏജ് ഗ്രൂപ്പിലും ഇപ്പൊ കണ്ടുവരാറുണ്ട്. വളരെ ചെറിയ കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെയുള്ളവരിൽ ഈ ഒരു അസുഖം കാണാറുണ്ട് കേട്ടോ. ഇതൊരു അസുഖം തന്നെയാണ്, അങ്ങനെ കാണാറുണ്ട്. വലിയ അസുഖമല്ല, എന്നാൽ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രീമച്വർ ഗ്രേയിങ് എന്നുള്ളത്. ഇനി ഇതിന്റെ കാരണങ്ങൾ നമുക്ക് പറയാം. ആരും സ്കിപ്പ് അടിക്കരുത്, കാരണം ഞാൻ ഒറ്റമൂലികൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫുള്ളായിട്ട് കാണാൻ എന്നാലും തന്നെയാണ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കാരണങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ജനിതകമായ പ്രശ്നങ്ങളാണ്. അതായത് ജനറ്റിക് ആയിട്ട്, അതായത് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനോ ആർക്കെങ്കിലും ഒക്കെ നമുക്ക് ഇതേപോലെ പ്രശ്നം, അതായത് അകാലനര അഥവാ മുടി നരയ്ക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും നമുക്കും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഡിസീസ് ആണ്. എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക്, അതായത് വേറെ രോഗങ്ങളുടെ ഭാഗമായിട്ട് ഇതും ഇതേപോലെ അകാലനരയും കാണാറുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് ഒരുപാട് ഭക്ഷണ ലൈഫ് സ്റ്റൈൽ, നമ്മള് ഡയറ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ അതേപോലെ ഒരുപാട് എരിവ്, പുളി, ഉപ്പ്, അതേപോലെ എന്താ പറയാ, ഒരുപാട് തക്കാളിയൊക്കെ ഒരുപാട് കഴിക്കുക, ഇങ്ങനത്തെ അതൊക്കെ പുളി കൂടുതലുള്ളതാണ്. പുളി കൂടുതലുള്ളത് കഴിക്കുന്നതോറും നമുക്ക് അകാലനര വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് പിത്തദോഷം എന്ന് പറയുന്നതാണ് അതിൽ കൂടുതലായിട്ട് വരിക. അപ്പൊ പിത്തദോഷം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അകാലനരയ്ക്കുള്ള സാധ്യത കൂടും. അപ്പൊ എരിവ്, പുളി, ഉപ്പ് ഇതൊക്കെ വളരെയധികം കുറയ്ക്കാൻ ശ്രമിക്കണം ഇതേപോലത്തെ പ്രശ്നമുള്ളവര് കേട്ടോ. അപ്പൊ അതൊരു അകാലനരയ്ക്കുള്ള കംപ്ലൈന്റ് ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അകാലനര വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വരുന്ന ഒരു പ്രശ്നം, നമ്മുടെ മുടി നമ്മൾ പലതരം ട്രീറ്റ്മെന്റുകൾക്ക് വിധേയമാക്കുക. അതായത് സ്ട്രൈറ്റനിങ്, കേളിങ്, പിന്നെന്താണ് മുടി കളർ ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലെ നാച്ചുറലി ആയിട്ടുള്ള പ്രോട്ടീൻ, അതായത് ഈ മെലാനിൻ എന്നത് കുറഞ്ഞു പോവുകയും മറിച്ച് അവിടെ വേറെ കെമിക്കലി അത് ട്രീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണം നമ്മുടെ മുടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ അകാലനരയിലേക്ക് നമ്മുടെ മുടി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഉപയോഗിക്കുന്ന ഷാമ്പുകൾ, അത് വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരിൽ. അപ്പോൾ സൾഫേറ്റ് ഒക്കെ അടങ്ങിയ ഒരുപാട് ഷാമ്പു നമ്മൾ യൂസ് ചെയ്യുക, അതേപോലെ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് നല്ല പോലെ പതയുന്ന ഷാമ്പു യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അകാലനര വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അത് ഒരു പരിധി വരെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകാലനര കുറയുന്നത് കാണാം. പകരം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള താളികൾ യൂസ് ചെയ്ത് നമുക്ക് അകാലനര കുറയ്ക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കാരണങ്ങൾ വരുന്നത്. പിന്നെ അകാലനര ആദ്യം വരുമ്പോൾ ചിലപ്പോൾ ഒരു മുടിയിലായിരിക്കും വരിക, ചിലപ്പോൾ 2 മുടിയിലായിരിക്കും വരിക. അപ്പൊ പലരും പറയുന്ന ഒരു മിത്താണ്, ആ മുടി പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ള മുടികളിലും ഇതേപോലെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ ഒരു സത്യം പറയാം, അതൊരു മിത്ത് മാത്രമാണ്. നമ്മൾ എവിടെ മുടി മുറിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ ആ മുടി പിഴുതെടുത്ത് കളഞ്ഞാലും നമുക്ക് സെക്കൻഡറി ആയിട്ട് വരാനുള്ള സാധ്യതയൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഒരു മിത്താണ്. അത് പലർക്കും ഒരു പേടി സ്വപ്നമായി, ഞാൻ പിഴുത് കളയാറുണ്ട്, പിഴുത് കളയുമ്പോൾ ഇനി പിന്നീട് വരൂ ഡോക്ടറെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് വെറും മിത്താണ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. ഇനി നമുക്ക് പറയാൻ പോകുന്നത് എന്തൊക്കെ ഒറ്റമൂലികളാണ് അതാണ് എല്ലാവർക്കും കേൾക്കേണ്ടത് അല്ലെ. അപ്പൊ ഒറ്റമൂലികളെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ആയുർവേദത്തില് ഈ എന്താ പറയാ അകാലനരയ്ക്ക് വേണ്ടി പരാമർശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നസ്യം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെന്റ് ആണ് അകാലനര. പിന്നെ ഒരെണ്ണമാണ് തക്രധാര എന്ന് പറയുന്നത്. അപ്പൊ 2 ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അകാലനരയ്ക്ക് വേണ്ടിയിട്ട് ആയുർവേദ ഡോക്ടർ പറയാറ്. അപ്പൊ അങ്ങനെ തക്രധാര എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയ പ്രൊസീജിയറാണ്. പക്ഷെ എന്നാൽ സ്റ്റിൽ നമുക്കൊരു ചെറിയ രീതിയിൽ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതൊരു ഒറ്റമൂലിയാണ്. അപ്പൊ പറ്റാവുന്നവർക്കൊക്കെ ഇത് ചെയ്ത്
ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പൊ ഒന്നുമില്ല, ഒരു കപ്പ് ബട്ടർ മിൽക്ക് എടുക്കുക. ബട്ടർ മിൽക്ക് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ മോരിനെ നല്ല രീതിയിൽ വെള്ള രൂപത്തിൽ നേർപ്പിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു കപ്പ് എടുക്കുക. പിന്നെ 2 പിടി കറിവേപ്പില എടുക്കുക കേട്ടോ. അപ്പൊ കറിവേപ്പില നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ട്, നല്ല പേസ്റ്റ് ഫോം ആക്കിയിട്ട് ഈ ബട്ടർ മിൽക്കിൽ നല്ല രീതിയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് ഒരു പേസ്റ്റ് പരിവായിട്ട് കിട്ടണം. അതായത് ബട്ടർ മിൽക്കിൽ ആഡ് ചെയ്ത് ഒരു പേസ്റ്റ് പരിവായിട്ട് നമുക്ക് കിട്ടുമ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ തലയിൽ, നമ്മുടെ ഇവിടെ എല്ലായിടത്തും സ്കാൾപ്പിലും അതേപോലെ മുടിയിലും എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ആക്കി, അതായത് നല്ല രീതിയിൽ തിരിച്ച് നല്ല രീതിയിൽ ആക്കി അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും ആയി കിട്ടണം. ആ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 1.5 മണിക്കൂർ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാതെ ഒരു ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ ഒരു വലിയ താളിയോ അങ്ങനെ താളികൾ ഉപയോഗിച്ച് മുടി കഴുകി കളയാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ അതാണ് ആദ്യത്തെ നമ്മുടെ ഒറ്റമൂലി. പിന്നെ വരുന്നത് നമുക്കൊരു വെളിച്ചെണ്ണ രൂപത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എള്ളെണ്ണയാണ്. കാരണം അകാല നരയ്ക്ക് എപ്പോഴും എള്ളെണ്ണയാണ് ബേസ് ആയിട്ടുള്ളത് നല്ലത്. ഓക്കെ, അപ്പൊ അകാല നരയ്ക്ക് നമ്മൾ എള്ളെണ്ണ എടുത്തു. എള്ളെണ്ണ എടുത്തിട്ട് അപ്പം അതിലൊരു ചെറിയ നല്ല രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അത്ര തന്നെ എള്ളെണ്ണ നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ കയ്യൂന്നിയുടെ ഇല എന്ന് പറഞ്ഞാൽ ഭൃംഗരാജയുടെ ഇല. ഓക്കെ, പിന്നെ വരുന്നത് ത്രിഫല ചൂർണം. പിന്നെ അത് നമുക്ക് എത്ര അളവ് വേണ്ടതെന്ന് വെച്ചാൽ, അത് എത്രയും മുടി ഉണ്ട് അതെനിക്ക് അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എത്ര മുടി ഉണ്ട് അതനുസരിച്ച് ചേർക്കാം. ഇപ്പൊ ഒരു ചെറിയൊരു അളവ് ഞാൻ പറയാം, 1 ടീസ്പൂൺ ത്രിഫല ചൂർണം. ഇപ്പൊ 2 ടീസ്പൂൺ വേണമെങ്കിൽ അത്രയും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ കയ്യൂന്നിയുടെ ഇല, അത് ഇല മാത്രമല്ല ഫുൾ ചെടി നമുക്ക് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആ ചെടി മൊത്തമായിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ വരുന്നത് സമൂലം, അതായത് കയ്യൂന്നിയുടെ സമൂലം കേട്ടോ. ഫുള്ള് തണ്ട് ഇല എല്ലാം വേണം, അതിൽ ഇൻക്ലൂഡഡ് ആണ് സമൂലം എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് യഷ്ടിമധുവിന്റെ ചൂർണ്ണമാണ്, അതും 1 ടീസ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കേണ്ടത് ഒരു വട്ടം കൂടി പറയാം. ആദ്യം ത്രിഫല ചൂർണം 2 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടീസ്പൂണ് നിങ്ങളുടെ ഇതനുസരിച്ച്. പിന്നെ യഷ്ടിമധു ചൂർണം 1 ടീസ്പൂണ്. പിന്നെ കയ്യൂന്യാദി അഥവാ ഭൃംഗരാജയുടെ ഇല സമൂലം ഫുള്ളായിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് നമുക്കത് ഉണക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്താലും മതി. ആദ്യം ഉണക്കിയെടുത്ത് അതിനുശേഷം ചേർക്കാം. അതിന് ഇതിലെല്ലാം ഈ എണ്ണയിൽ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാലോ, എണ്ണ കാച്ചുക. ആ എണ്ണ കാച്ചിയിട്ട് നമ്മൾ ആ എണ്ണ ഉണ്ടല്ലോ അതില് ആ എണ്ണ നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ നമുക്ക് എടുത്തു വെക്കാം. ഒരു 2 ആഴ്ച കാലമൊക്കെ അത് എന്തായാലും ഇരിക്കും, അല്ലെങ്കിൽ 1 മാസക്കാലമൊക്കെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇത് എടുത്തിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ ഈ എണ്ണയിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് ആ സമയത്ത് എത്ര എണ്ണ വേണം, നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന എണ്ണയല്ല, അതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ എണ്ണ നമ്മൾ എടുക്കണം. കാരണം അത്ര നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊടിക്ക് കൂടുതൽ എടുക്കണം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ 2 പിടി കറിവേപ്പില. ഓക്കെ, കറിവേപ്പില നമ്മൾ ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ പൊടിച്ച് നമുക്ക് ഇതിൽ ചേർക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് അപ്പം തന്നെ പൊട്ടിച്ച് റോ ആയിട്ട് തന്നെ നമുക്ക് അതിൽ മിക്സ് ചെയ്ത് ഈ എണ്ണയിൽ മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം. 2 പിടിയൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വില ഉണ്ടാവും. അത് നമ്മൾ ഇതിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത്, കാരണം എണ്ണയിൽ നമ്മളിട്ട് കറിവേപ്പില ചെയ്ത് കഴിഞ്ഞാൽ അതിലെ സത്തൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ്. അപ്പൊ അങ്ങനെ ഈ ഇലയുടെ നീരും ഇല മൊത്തമായിട്ട് നമ്മൾ ഇതിലിട്ടതിന് ശേഷം നമ്മളിത് നല്ല കട്ടിക്ക് തന്നെ നമ്മൾ അത്രയും വേണം കേട്ടോ. നമുക്ക് നല്ല കട്ടിക്ക് തന്നെ ഇൻഗ്രീഡിയൻസ് വേണം. അങ്ങനെ തന്നെ നമ്മൾ ഈ മുടിയിൽ അപ്ലൈ ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര എഫക്റ്റീവ് ആണ്. ഇതിനെ ഹോട്ട് ഫെർമെന്റേഷൻ തെറാപ്പി എന്നാണ് പറയുന്നത്. അപ്പം ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് ആയിട്ട് നമ്മുടെ ഈ എണ്ണ ഒന്ന് ചൂടാക്കിയും കൂടി കൊടുക്കാം. അത് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഇലയും കൂടി മിക്സ് ചെയ്ത് നമുക്കത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ വെള്ളിയില താളിയോ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് കഴുകി കളയാം കേട്ടോ. അടിപൊളി ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഈ 2 ട്രീറ്റ്മെന്റും നല്ല ട്രീറ്റ്മെന്റുകളാണ്. നമ്മുടെ അകാല നര കുറയ്ക്കാനും അകാല നര ഇനി വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പം ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പൊ ചിലവർക്ക് ഇനി വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, അവർക്ക് പുറത്തുനിന്ന് മേടിക്കാനേ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയാവുന്ന 2 ഓയിലാണ്. ചെമ്പരത്തിയാദി ഓയിൽ 1, പിന്നെ ഇതേപോലെ ഭൃംഗരാജ ഓയിൽ, ഈ കയ്യൂന്നിയാദിയിലെ ഓയിലും കൂടി നമുക്ക് കിട്ടും. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലായിരിക്കും. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് നല്ല രീതിയിൽ നമ്മുടെ റെമഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഒറ്റമുടികളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ടിപ്സും കൂടി ഞാൻ എക്സ്ട്രാ പറയുകയാണ്. ഇങ്ങനെ ഒരുപാട് അകാലനരയുള്ളവർ ഒരുപാട് ഹെയർ സ്റ്റൈലിങ്ങിന് സമയം ചെയ്യാതിരിക്കുക. അതായത് ഹെയർ സ്റ്റൈലിങ്, അതായത് സ്ട്രൈറ്റൻ ചെയ്യുക, കേൾ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, കളർ ചെയ്യുക, ഇതൊക്കെ കുറയ്ക്കുക. കാരണം അതൊക്കെ നമ്മുടെ ഹെയറിന്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുത്തി അതിന്റെ പ്രോട്ടീൻ കുറച്ച് അതിന് ഡാമേജ് ആക്കാവുന്ന കുറെ സാധ്യതയുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ചെയ്യരുതെന്ന് പറയുന്നില്ല, വളരെ കുറച്ച് മാത്രം ചെയ്യുക. വളരെ ആവശ്യമുള്ള നേരത്ത് മാത്രം വളരെ കുറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നല്ല കെയർ നമ്മുടെ മുടിക്ക് കൊടുക്കുക, ഒരുപാട് വെള്ളം കുടിക്കുക. പിന്നെ നമ്മുടെ ഫുഡ് എന്തൊക്കെ ന്യൂട്രിയൻസ് നമ്മൾക്ക് ഡെഫിഷ്യൻസി, അതായത് വിറ്റമിൻ B1 B2 ഒക്കെ ഡെഫിഷ്യൻസി വന്നാലും ഇതേപോലെ അകാല നര ഉണ്ടാവാറുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഉള്ള ഫുഡുകൾ കഴിക്കുക. പിന്നെ C, D, E ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അകാല നര ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് തന്നെ പോവുക. പിന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക.
ഇത്രയൊക്കെ മതി നമ്മുടെ ശരീരത്തിലെ നമുക്ക് അകാലനരയൊക്കെ മാറ്റി നല്ല രീതിയിൽ മുടി വളർച്ച വരാനും അകാലനര അതേപോലത്തെ ഡാൻഡ്രഫ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പോകാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു വീക്കിലി ട്വൈസ് ചെയ്താൽ മതി. നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ ഒരു 2 മാസം ഒക്കെ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അകാലനരയൊക്കെ മാറി പുതിയ നല്ല മുടി വരാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നൊരു അടിപൊളി ടോപ്പിക്കാണ് പറഞ്ഞത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. പലവർക്കും ഇതൊക്കെ കുറെ ചെയ്തിട്ടും മാറ്റമില്ലാത്തവരുണ്ട്. അപ്പൊ അവര് കറക്റ്റ് ഒരു ട്രീറ്റ്മെന്റ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ക്ലിനിക്കിലേക്ക് വരാം. അല്ലാതെ അകലെയുള്ളവർക്കാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഞങ്ങൾ തൃശ്ശൂരാണുള്ളത്. അപ്പൊ തൃശ്ശൂർ വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ചാർജ് 250 രൂപ മാത്രമാണ് കേട്ടോ. പാർട്ടികളൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നമുക്ക് നിങ്ങളെ നല്ല രീതിയിൽ മാറ്റം വരുത്താനായിട്ട് 1 മാസം കൊണ്ട്, ഒരു 1.5 മാസം കൊണ്ടൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ നമുക്ക് കഴിയും കേട്ടോ. അപ്പൊ താല്പര്യമുള്ളവർ വിളിക്കുക, മെസ്സേജ് ചെയ്യുക വാട്സപ്പില്. അപ്പൊ അതിലുള്ള ഈ നമ്പറിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പൊ ബൈ. എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി കേട്ടോ.